إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലവരായ സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. 19-ാം നൂറ്റാണ്ടിൽ തൊഴിലാളികൾ ദിവസവും 10 മുതൽ 16 മണിക്കൂർ വരെ കഠിനമായി ജോലി ചെയ്തിരുന്നു. ഈ തൊഴിലെടുക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് 8 മണിക്കൂർ സമയമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1886 അമേരിക്കയിൽ ആദ്യമായിട്ട് ഇതിനെതിരെ ഒരു പ്രതിഷേധം, പ്രക്ഷോഭം, ഒരു പണിമുടക്കൊക്കെ നടക്കുന്നത്. അന്ന് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ തൊഴിലാളികളെല്ലാം കൂടി സംഗമിക്കുന്ന ആ ഒരു സദസ്സിലേക്ക്, യോഗത്തിലേക്ക്
പോലീസുകാർ വരികയും അജ്ഞാതനായ ഒരാള് ഈ പോലീസുകാർക്കെതിരെ എന്ത് ചെയ്തു? ഒരു ബോംബ് എറിയുകയും ചെയ്തു. പോലീസുകാരിൽ നിന്ന് ചില ആളുകൾ ആ സ്ഫോടനത്തിന് മരിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. തൊഴിലാളികളും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും പോലീസുകാരുടെ ഭാഗത്തു നിന്നും പല ആളുകൾ മരണപ്പെടുകയും ചെയ്തു, കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ തൊഴിലാളികളിൽ നിന്ന് 8ഓളം പേരെ തടവിലാക്കി എടുക്കുകയും വിചാരണയ്ക്ക് ശേഷം 4 പേരെ തൂക്കിലേറ്റുകയും ചെയ്തു. ഈ ഒരു സംഭവം തൊഴിലാളികൾക്കിടയിൽ എന്ത് ചെയ്തു? വലിയ രൂപത്തിലുള്ള ഒരു ആവേശമായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ 1889 നടന്ന സോഷ്യലിസ്റ്റ് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. നാം മനസ്സിലാക്കണം, ഇന്ന് തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും പല രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും യോഗങ്ങളും നടക്കുമ്പോ ഇസ്ലാമിന് എന്താണ് തൊഴിലും തൊഴിലാളികളുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കണം. നമുക്കറിയാം, ഇസ്ലാം പറയുന്നത് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. അധ്വാനിച്ച് ജീവിക്കാനാണ് വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധ്വാനിച്ച് ജീവിക്കുമ്പോഴാണ് അവന്റെ മാന്യതയും അഭിമാനവും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅൻ യഅഖുദ അഹദുക്കും ഹബ്ല, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യുക? ഒരു കയറെടുക്കുക, എന്നിട്ട് ഫയഅതിയ ബിഹുസ്മതിൽ ഹബ്തബി അലാ വഹ്രിഹി, അയാളൊരു മലഞ്ചെരുവിലേക്ക് ആ കയറുമായി കടന്നു ചെന്ന് കുറേയധികം വിറകുകൾ ശേഖരിച്ചുകൊണ്ട് ആ വിറകുകൾ ആ കയറ് വെച്ച് കെട്ടി തന്റെ ചുമലിലേറ്റി നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഫയബീഅഹ, ആ വിറക് വിറ്റുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ മനുഷ്യൻ ജീവിക്കുന്നു. ഫയകുഫല്ലാഹു ബിഹാ വജ്ഹഹു ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അൻ-നാസി അഅതൂഹു ഔ മനഊഹു. ജനങ്ങൾക്ക് മുമ്പിൽ യാചിച്ച് ജീവിക്കുന്നതിനേക്കാൾ അല്ലാഹ് അവന്റെ അഭിമാനം സംരക്ഷിക്കുന്നുവെങ്കിൽ അവനിക്ക് ഏറ്റവും നല്ലത് ഏതാണ്? ഈ പറയുന്ന വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് അത് വിറ്റ് ജീവിക്കലാണ് അവന്റെ അഭിമാനത്തിന് ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ജനങ്ങളോട് യാചിക്കുമ്പോൾ, ജനങ്ങൾക്ക് മുമ്പിൽ കൈ നീട്ടുമ്പോ ഒരു പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്തേക്കാം? ആ മനുഷ്യന് എന്തെങ്കിലും സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയേക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരുന്നേക്കാം. എന്തുമായിരുന്നാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഭിമാനവും മാന്യതയും കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ജോലിയെടുത്ത് ജീവിക്കുക, തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മാ അകല അഹദുൻ തആമുൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തിന്നുന്നതിനേക്കാൾ ഏറ്റവും നല്ലതായ ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അധ്വാനിച്ച് തിന്നുന്നതാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം. മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുകയും ചോദിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ഇങ്ങനെ ചോദിച്ചു തിന്നുന്നതിനേക്കാൾ നല്ലത് ഏതാണ്? അധ്വാനിച്ച് ഭക്ഷിക്കുക എന്നുള്ളതാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന ദാവൂദ് അലൈഹിസ്സലാം കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി, തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമല്ലാതെ ദാവൂദ് നബി അലൈഹിസ്സലാം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യത്തിലും പ്രവാചകന്മാരുടെ മാതൃക നമുക്കുണ്ട്. എന്തായിരുന്നു പ്രവാചകന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ? ആദം നബി അലൈഹിസ്സലാമിന്റെ ജോലിയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഹറാസൻ അല്ലെങ്കിൽ മുസാരിയൻ, കൃഷിക്കാരനായിരുന്നു എന്നുള്ളതാണ് ആദം നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, നജ്ജാറൻ, അദ്ദേഹം ആശാരിയായിരുന്നു, മരപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് കപ്പലുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കിയത്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹയ്യാത്തൻ, അദ്ദേഹം തുന്നൽക്കാരനായിരുന്നു, തയ്യൽക്കാരനായിരുന്നു, വസ്ത്രങ്ങൾ തയ്ച്ചുണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു, ബന്നാഅൻ, അദ്ദേഹം കെട്ടിടം നിർമ്മിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാ, കൽപ്പണിക്കാരനായിരുന്നു. അതുപോലെ തന്നെ
ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹദ്ദാദൻ കൊല്ലനായിരുന്നു, ആലയിൽ വെച്ച് ഇരുമ്പുകൾ പഴുപ്പിച്ച് ആയുധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന കൊല്ലനായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാം റാഇയൻ ലിൽ ഗനം, ആടുകളെ മേച്ചുകൊണ്ട് ജീവിച്ചു. എവിടെ? ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ വസതിയിൽ. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ത്വബീബൻ, അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു, ഡോക്ടറായിരുന്നു. അള്ളാന്റെ അനുമതി പ്രകാരം ജനങ്ങളുടെ അസുഖങ്ങളൊക്കെ ഷിഫയാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ തടവുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്തിരുന്നു? കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, റാഗിയഗനം, അദ്ദേഹം ആടുകളെ മേച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. സുമ്മ താജിറുൻ, പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കച്ചവടക്കാരനായി. വകാന യഅമലു ബിയദിഹി, സ്വയം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിച്ചിരുന്നത് എന്നുള്ളത്. ആ പ്രവാചകന്മാരും ഈ പറയുന്ന നാടൻ പണികൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ നമുക്ക് ആ പണികളിൽ എന്തുണ്ടാകാൻ പാടില്ല? ഒരു മോശത്തരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പല ആളുകളും പറയുന്നത് നാടൻ പണികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, കൂലിപ്പണികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ വലിയ പ്രയാസങ്ങളാണ്, അതല്ലെങ്കിൽ അതൊക്കെ ഒരു കുറവായി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം കൈകൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നവൻ തന്നെയാണ് ഏറ്റവും വലിയ ഉത്തമൻ. അതുകൊണ്ട് അതിൽ നമ്മൾ അഭിമാനം കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവന്റെ ഒരു നയാ പൈസയും അധ്വാനിക്കാതെ നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തികമായ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കച്ചവടം അനുവദിച്ചു തന്നിരിക്കുന്നു. ഏത് രൂപത്തിലുള്ള ഹലാലായ ജോലികളും അല്ലാഹ് അനുവദിച്ച ജോലികളും നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ പലിശ അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പല ആളുകളും ഇന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവരാദ്യം ചിന്തിക്കുന്നത് ലോൺ എടുക്കാം, ഇത്ര രൂപ ലോൺ എടുക്കാം, എന്നിട്ട് നമുക്ക് കച്ചവടം തുടങ്ങാം. ആ കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാം എന്നൊക്കെ വിചാരിച്ച് പല രൂപത്തിലുള്ള കാൽക്കുലേഷനിലൂടെയാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ റിസ്ക് ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുവരാൻ പാടില്ല. അല്ലാഹ് ഹറാമാക്കിയ, അല്ലാഹ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിലൂടെയാണ് നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമ്പാദ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യും. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, നീ എവിടെന്നാണ് ആ സമ്പാദ്യം ഉണ്ടാക്കിയത്? നീ എങ്ങനെയാണ് നിന്റെ സമ്പത്ത് ചെലവഴിച്ചത് എന്നുള്ള ചോദിക്കും. അല്ലാഹ് ഹറാമാക്കിയ ധനത്തിൽ നിന്നാണ് നമ്മൾ കഴിച്ചത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവന്റെ വയറ്റിൽ അവൻ നിറയ്ക്കുന്നത് തീയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹലാലിന്റെ മാർഗത്തിന്റെ പിന്നാലെ മാത്രമേ പോകാവൂ, അതെത്ര ചെറുതാണെന്നുണ്ടെങ്കിലും. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായതും നിങ്ങൾക്ക് അനുവദിച്ചു തന്നതുമായിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സുഭിക്ഷമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരുത്. പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ്. മോശമായ ജോലികൾ, ഹറാമായ ജോലികൾ, ഹറാമായി 1 രൂപയാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ജോലിക്ക് പിന്നാലെ നിങ്ങൾ പോകരുത്. ആ തൊഴിലിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. അതുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ പിശാചുകൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കി തോന്നിപ്പിച്ചാൽ അതിന്റെ പിന്നാലെ, ദേഹേച്ഛകൾക്ക് പിന്നാലെ മനുഷ്യന്മാര് പോകരുത് എന്നുള്ളതാണ്. മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ബാല്യം മുതൽ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഈ ദുനിയാവിലെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടികൾ നമുക്ക് പറയാനുണ്ടാകും. ആ കാര്യങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്കമിട്ടുകൊണ്ട് നമുക്ക് പറയാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഈ ആഗ്രഹങ്ങൾ മുഴുവനും തീർന്നാലോ പിന്നെയും അതിന്റെ പിന്നാലെ മറ്റുള്ള ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചു കഴിഞ്ഞാൽ, ഹിമാലയ പർവ്വതത്തിനേക്കാൾ വലിയൊരു സ്വർണത്തിന്റെ ഒരു മല ലഭിച്ചാലും രണ്ടാമതൊന്നുകൂടി കിട്ടണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുള്ളൂ. ആരെങ്കിലും പറയൂ എനിക്ക് രണ്ടാമതൊരു സ്വർണ്ണമല വേണ്ട എന്നുള്ളത്? ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടിയത് കൊണ്ട്
കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ പല മനുഷ്യന്മാർക്കും എന്ത് ചെയ്യില്ല, സാധിക്കില്ല. കൂടുതൽ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ പിന്നാലെ മനുഷ്യന്മാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൻ യംലഉ ഫാഹു ഇല്ല തുറാബ്. അവന്റെ വായ നിറയ്ക്കാൻ, അവന്റെ ആഗ്രഹങ്ങൾ മതിയാക്കാൻ മരണത്തിനല്ലാതെ മണ്ണിനല്ലാതെ സാധിക്കില്ല എന്നുള്ളത്. മരിച്ചു മണ്ണിപ്പോയാൽ മാത്രമേ അവന്റെ ഈ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടം അവൻ നിർത്തുള്ളൂ എന്നുള്ളത്. അതുവരെ മനുഷ്യന്മാരിങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കും, ഒന്നിന് പിന്നാലെ മറ്റൊന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅതി അലന്നാസ് സമാൻ, ഈ ജനങ്ങൾക്കൊരു കാലഘട്ടം വരും എന്നുള്ളതാ. ഈ ഹദീസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ഏതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാമി. ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ സാമ്പത്തികമായി അവൻ വാരി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ഓടുന്ന നെട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടം മനുഷ്യന്മാർക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതവുമായി ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്നത്തെ സമൂഹവുമായിട്ട് നാം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കി. ഹലാലാണോ ഹറാമാണോ എന്ന് മനുഷ്യന്മാർക്ക് അറിയേണ്ട, അള്ളാഹ് അനുവദിച്ചതാണോ അള്ളാഹ് വിലക്കിയതാണോ എന്നൊന്നും അറിയാതെ, അതൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ലാതെ മനുഷ്യന്മാരിങ്ങനെ ധനം വാരി കൂട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുക. ശരിയല്ല. നമ്മുടെ ജീവിതവുമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സമ്പാദ്യമുണ്ടല്ലോ അത് എങ്ങനെ ഉണ്ടാക്കി എന്ന് അള്ളാഹ് നിങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം. ഇന്ന് പൈസ എളുപ്പത്തിൽ ധനമുണ്ടാക്കാൻ എന്തുണ്ട് മാർഗങ്ങൾ എന്ന് തേടി മനുഷ്യന്മാർ നടക്കുക. കൗമാരക്കാരായ മക്കള് പോലും അവർക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ നിലയും വിലയും ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെയോ അവരുടെ ബോധത്തിലേക്ക്, മനസ്സുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കുത്തിവെച്ചിട്ടുണ്ട്, ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് ഈ ചിന്തകൾ. പൈസ വേണം, പൈസ ഉണ്ടാക്കണം. അതുകൊണ്ട് പല ഗെയിമുകൾക്കും പിന്നാലെ മനുഷ്യന്മാർ പോകുക. ചെറിയ മക്കൾ വരെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ മൊബൈൽ തോണ്ടുമ്പോൾ കാണാൻ സാധിക്കും, റമ്മി കളിക്കൂ, പണം നേടൂ എന്നുള്ളത്. അല്ലേ? ചൂതാട്ടമാണത്, ഹറാമായ രൂപത്തിലുള്ള സമ്പാദ്യമാണത്. എത്രയെത്ര ഹറാമുകളാണ് നമ്മുടെ വിരലുകൾ തോണ്ടുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഹറാമായ രൂപത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരിങ്ങനെ ഓടുക. പല രൂപത്തിലുള്ള പറ്റിക്കപ്പെടുന്ന പല സംഭവങ്ങളും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും കൂടുതലായി വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായത് അറിയാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നാം ഉണ്ടാക്കുന്ന 1 രൂപയാണെങ്കിൽ ആ 1 രൂപ അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ അല്ലാതെ ഹറാമിന്റെ രൂപ പോലും തിന്നാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. ആ ഹറാമിന്റെ രൂപത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം, പലിശയ്ക്ക് പിന്നാലെ പോയിക്കൊണ്ടുണ്ടാക്കുന്ന ആ ഹറാമിന്റെ സമ്പാദ്യം നമ്മുടെ വയറ്റിലും നമ്മുടെ കുടുംബത്തിന്റെ വയറ്റിലും നടക്കുന്ന നരകത്തിന്റെ തീയാണ് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് ഓർമ്മ വേണം. ഒരിക്കല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു, ഒരു വേലക്കാരനുണ്ടായിരുന്നു. ഈ വേലക്കാരൻ എല്ലാ ദിവസവും പണിയെടുത്ത് പണത്തിനായിട്ട് എന്ത് ചെയ്യും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വരും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഭൃത്യന് അബൂബക്കർ റളിയല്ലാഹുവിന് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതൊക്കെ ആ ഭൃത്യനിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു വാങ്ങി കഴിക്കാറുമുണ്ട്. ഒരു ദിവസം വിഭവസമൃദ്ധമായ ഭക്ഷണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ചെയ്തു, ഈ ഭൃത്യന് കൊണ്ടുപോയി കൊടുത്തു. സാധാരണ പോലെ അദ്ദേഹം ആ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് ഉണ്ടായത്. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭൃത്യൻ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലേ യജമാനരെ, ഈ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എന്തോ ഒരു ഭയം കയറി അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, മോനെ എവിടെ നിന്നാണ് ഈ ഭക്ഷണം കിട്ടിയതെന്ന് ചോദിച്ചു. ആ മകൻ ഭൃത്യൻ പറയുകയാണ്, ഒരിക്കൽ പണിയെടുത്ത് ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ വെച്ചൊരാളെ കണ്ടു. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിനക്ക് കണക്ക് നോട്ടം അറിയാമോ, കണക്ക് നോക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അതായത് ജ്യോതിഷം പോലെയുള്ള കണക്ക് നോട്ടം. സത്യത്തിൽ എനിക്കറിയുമായിരുന്നില്ല. പക്ഷെ ആ മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് അയാളോട് ഞാൻ കളവ് പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചില അക്കങ്ങളും കളങ്ങളും ഞാൻ വരച്ചു കൊടുത്തു അന്ന് ആ മനുഷ്യൻ എനിക്കൊന്നും തരാതെ പോയി. എന്നാൽ ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ആ മനുഷ്യനെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് തന്നതാണ് ഈ ഭക്ഷണം എന്ന് പറഞ്ഞ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് തന്റെ വായിലേക്ക് വിരലുകൾ കടത്തി ആ ഭക്ഷണം ഛർദ്ദിച്ചു കളഞ്ഞു എന്ന. ഏതുവരെ? അവസാനത്തെ വറ്റ് പുറത്തു വരുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം ഛർദ്ദിച്ചു കളഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ഗൗരവത്തിലാണ്, ഹറാമിന്റെ ഒരു വറ്റ് പോലും തന്റെ വയറ്റിലേക്ക് ചെല്ലരുത് എന്നുള്ള നീയത്തിലാണ് സ്വാലിഹീങ്ങളായ മുൻഗാമികൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കും ആ ചിന്തയുണ്ടാകണം, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് തൊഴിലാളി ദിനവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മളൊക്കെ തൊഴിലാളികളാണ്, ഓരോ തൊഴിലുകൾ ചെയ്യുന്നവരാണ്. അതല്ലെങ്കിൽ നമുക്ക് കീഴെ ജോലി ചെയ്യുന്നവരായ ആളുകളും നമുക്കിടയിലുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനമായ ഒരു കാര്യം, ഒരു തൊഴിലാളിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണത്തിൽപ്പെട്ട ഒന്നാണ് ശക്തിയും വിശ്വാസതയും വിശ്വസ്തതയും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർ ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ആ കൂലി എടുക്കുന്നവരിൽ തൊഴിലാളികൾ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ഖവിയ്യുൽ അമീൻ, ശക്തനും വിശ്വസ്തനും അത്രേ എന്നുള്ളതാണ്. ബൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്ന സമയത്ത് ആ ജിന്ന് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്, വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ ഖവിയാണ്, ശക്തിയുള്ളവനാണ്, വിശ്വസ്തനാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആ ജിന്ന് പോയി കൊണ്ടുവരികയാണ് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ജോലിക്കാരനായ ആൾക്ക് എന്തുണ്ടാകണം? ശക്തി ഉണ്ടാകണം, കഴിവുണ്ടാകണം. നാം ചെയ്യുന്ന ജോലി അത് കൃത്യമായി ചെയ്യുവാനുള്ള പ്രാപ്തി, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്താണെന്നുണ്ടെങ്കിൽ, കൂലിപ്പണി എടുക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ കൂലിപ്പണി എടുക്കാനുള്ള ശാരീരികമായ ശേഷി അവനുണ്ടാകണം. ഓഫീസുകളിൽ ജോലി എടുക്കുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ നോളജ് അവനക്ക് ഉണ്ടായിരിക്കണം. ടീച്ചറാണെന്നുണ്ടെങ്കിൽ മറ്റേത് പ്രൊഫഷണലുകളിൽ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഇടപഴകാനുള്ള, ജോലി ചെയ്യാനുള്ള കൃത്യമായ കഴിവും പ്രാപ്തിയും ആ മനുഷ്യന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ജോലിക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ക്വാളിഫിക്കേഷൻ അവനക്കുണ്ടോ എന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ജോലിക്ക് ഒരാളെ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ജോലിക്കാരനായി നിൽക്കുന്ന സമയത്തും നമ്മൾ ജോലി എടുക്കുമ്പോഴും അതിനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കുക, കഴിവുണ്ടാക്കിയെടുക്കുക, പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം. അതോടൊപ്പം തന്നെ വിശ്വസ്തതയും. ആർക്ക് കീഴിലാണോ നമ്മൾ പണിയെടുക്കുന്നത്, നമ്മുടെ മുതലാളിയോടുള്ള ആ കൃത്യമായ കൂറ പുലർത്താൻ നമുക്ക് സാധിക്കണം. അയാളോടുള്ള ഏറ്റവും നല്ല വിശ്വാസതയിൽ ജോലിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. തൊഴിലാളിക്ക് ഈ രൂപത്തിലുള്ള വിശ്വാസതയും കഴിവുമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും പ്രയാസപ്പെടും. ഒന്നാമതായി പ്രയാസപ്പെടുന്നത് മുതലാളിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുന്നില്ല, ഞാൻ എടുക്കാൻ പറയുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നില്ല, അവന്റെ ജോലിയിൽ വേണ്ടത്ര രൂപത്തിലുള്ള കഴിവുകൾ അവൻ പ്രകടിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തകൾ മുതലാളിക്ക് വരും. തൊഴിലാളിക്കാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ അയാൾ എന്നെ ഏൽപ്പിക്കുന്നു, എനിക്ക് സാധിക്കാത്ത ജോലികൾ എന്നോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള വിശ്വാസത കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുതലാളിമാരുടെ ആർക്ക് കീഴിലാണോ നമ്മൾ പണിയെടുക്കുന്നത് അയാളോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വഞ്ചന കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ അത് പിശാചിൽ നിന്നുള്ളതാണ്, റബ്ബിൽ നിന്ന് വലിയ രൂപത്തിലുള്ള വെറുപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ജോലിക്കാരനെ ഏൽപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദസ്തഅജർത അജീറൻ ഫഅഅലിമുഹു അജ്റഹു. നീ ഒരാളെ ജോലിക്കായി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ശമ്പളം എത്രയാണെന്ന് എന്ത് ചെയ്യണം? മുൻകൂട്ടി അയാൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതായത് കൂലിക്ക് ഒരാളെ വിളിച്ചു, നമ്മൾ വീട്ടിലെ തൊട്ടിയിലും പറമ്പിലുമൊക്കെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ഒരാളെ വിളിച്ച് പണിയെടുപ്പിക്കുമ്പോൾ അയാളോട് നമ്മൾ മുൻകൂട്ടി പറയണം, ഇന്ന പണികളാണുള്ളത്, നിനക്ക് ഇത്ര രൂപയാണ് ശമ്പളം, അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, വരാമെന്നുള്ളത് പറയണം. നമ്മുടെ ഓഫീസിലേക്ക് ഒരു ജോലിക്കാരൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ അതിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ എന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, അയാൾക്കുള്ള ശമ്പളം എത്രയാണെന്ന് കൃത്യമായി മുൻകൂട്ടി തന്നെ നമ്മൾ പറയണം. അതല്ലാതെ ഇത്ര നാൾ നീ പണിയെടുക്കണം, നിന്റെ ജോലി ഇഷ്ടപ്പെട്ടാൽ മാത്രം നിനക്ക് ഞാൻ ശമ്പളം തരും, ഇങ്ങനെയുള്ള എഗ്രിമെന്റ് വെക്കാൻ പാടില്ല. അത് അനിസ്ലാമികമാണ് എന്നുള്ളതാണ്. നമ്മൾ അയാളോട് ജോലിക്കുള്ള ശമ്പളം എത്രയാണെന്ന് മുൻകൂട്ടി പറയുക തന്നെ വേണം. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നാം എടുക്കുന്ന ജോലിക്കുള്ള ശമ്പളം എത്രയാണെന്ന് മുൻകൂട്ടി ചോദിക്കാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൊണ്ട് നിലകൊള്ളാനുമുള്ള അവകാശം ജോലിക്കാരനുമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്, ജോലിക്കാരന്റെ, പണിക്കാരന്റെ, തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അയാൾക്കുള്ള ശമ്പളം കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അയാളുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പേ ആ ശമ്പളം നമ്മൾ കൊടുക്കണം എന്നുള്ളത്. ചില മുതലാളിമാരുണ്ട് ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. 1-ാം തീയതി
ആയാലും ശമ്പളം കൊടുക്കാതെ 10-ാം തീയതി വരെ നീട്ടുന്നവരായ ആളുകളുണ്ട്. അതൊക്കെ വലിയ രൂപത്തിൽ റബ്ബിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന വിഷയങ്ങളാണ് എന്നുകൂടി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ത്യനാളിൽ ഞാൻ 3 ആളുകൾക്ക് എതിർകക്ഷിയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആളുകളെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെ ജോലി ചെയ്യിപ്പിച്ച ശേഷം അതിന്റെ പ്രതിഫലം നൽകാതെ തടഞ്ഞു വെക്കുന്നവനായ ആളുകൾ, അവനിക്കെതിരെ ഞാൻ എന്ത് ചെയ്യും? അള്ളാന്റെ അടുക്കൽ സംസാരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കീഴെ പണിയെടുക്കുന്നവരായ ആളുകൾ, നമ്മുടെ വീടുകളിൽ ജോലിക്ക് വരുന്നവരായ ആളുകൾ, നമ്മുടെ പറമ്പിൽ ജോലിക്ക് വരുന്നവരായ ആളുകൾ, നമ്മുടെ അടുക്കൽ പണിക്ക് വരുന്ന ഏതൊരു തൊഴിലാളി ഉണ്ടെങ്കിലും ആ തൊഴിലാളിയെ സഹോദരനെ പോലെ കാണണം എന്നുള്ളതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. തന്റെ സഹോദരനെ പോലെ ആ മനുഷ്യനെ നിങ്ങൾ കാണണം. താൻ കഴിക്കുന്ന ഭക്ഷണം എന്തുണ്ടോ ആ ഭക്ഷണം തന്റെ തൊഴിലാളിയായ പണിക്കാരനും നിങ്ങൾ കൊടുക്കണം. താൻ ധരിക്കുന്ന വസ്ത്രം എന്തുണ്ടോ ആ വസ്ത്രം പോലത്തെ വസ്ത്രം നിങ്ങളുടെ തൊഴിലാളിയായ സഹോദരനും നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. തന്റെ തൊഴിലാളിക്ക് അവനെ കൊണ്ട് സാധിക്കാത്ത പണികൾ നിങ്ങൾ അവനെ കൊണ്ട് എടുപ്പിക്കരുത്. അവനേക്കാൾ വലുതായിട്ടുള്ള അവനെ കൊണ്ട് സാധിക്കാത്ത പണികളാണ് അവനക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ നീ അവനോടൊപ്പം നിന്ന് അവന്റെ ജോലിയിൽ നീ ആശ്വാസം നൽകണം എന്നുള്ളതാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഹദീസ് വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു പോയതാ. അതുകൊണ്ട് നമ്മൾ ജോലിക്കാരോട് ഏറ്റവും നല്ല മാന്യതയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹ് ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല എന്ന് അല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കീഴെയുള്ള ജോലിക്കാരോട് അയാളുടെ കഴിവിൽപ്പെട്ടത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചെയ്യാൻ വേണ്ടി, ജോലി എടുക്കാൻ വേണ്ടി കൽപ്പിക്കാൻ പാടുള്ളൂ. അയാളെ കൊണ്ട് സാധിക്കാത്ത, ആ ജോലിക്കാരനെ കൊണ്ട് സാധിക്കാത്ത വിഷയത്തിൽ നമ്മൾ അയാളിൽ സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. ജോലിക്കാരെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല. അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എളുപ്പവും ആശ്വാസവും നമ്മൾ നൽകണം. അതോടൊപ്പം തന്നെ അവന്റെ ജോലിയിലുള്ള അവന്റെ ശമ്പളം കൃത്യമായി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അവനോടുള്ള കടമകളും ബാധ്യതകളും കടപ്പാടുകളും കൃത്യമായി നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. ഇതാണ് ജോലിക്കാരുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നാം മറ്റൊരാളുടെ കീഴിൽ ജോലിയെടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ മുതലാളിയോടുള്ള വിശ്വാസ്യതയും അമാനത്തും അയാളോടുള്ള കൃത്യമായ കരാറുകളും നമ്മൾ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു രീതിയിൽ പോലും വഞ്ചന നമ്മളുടെ ജോലിയിൽ നമ്മൾ കാണിക്കാതിരിക്കണം. അലസത നമ്മൾ കാണിക്കാതിരിക്കണം. പൂർണ്ണമായും ആത്മാർത്ഥമായി കൊണ്ട് ഇടപെടാനും ജോലിയിൽ കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ട്. ഹറാമായ ഒരു സമ്പാദ്യം പോലും നമ്മുടെ സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ സമ്പാദന മേഖലകളൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രയത്നിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി തഖ്വയും ശ്രദ്ധയും നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ എന്നല്ല ഒരു ജീവിയെയും അന്യായമായിട്ട് കൊല്ലാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്നാൽ ചില ജീവികളെ മനുഷ്യർക്ക് എന്ത് ചെയ്യാം? ഭക്ഷണത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം. അത് അല്ലാഹ് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ചില ജീവികളിൽ അത് റബ്ബിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തുകളുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അറുക്കാൻ, ബലി കൊടുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആരാധനകളിൽ പെട്ട ഒരു വിഷയം കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി എന്ത് ചെയ്യണം? നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. രക്ഷിതാവിന് വേണ്ടി ബലി അറുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അതിന്റെ രക്തമോ മാംസമോ ആവശ്യമില്ല. മറിച്ച് നമ്മുടെ നീയത്ത് എന്താണോ, നീയത്തിനാണ് റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത്. അള്ളാഹ്ക്കും ആവശ്യം അവന്റെ മനസാന്നിധ്യമാണ്. ഒരു ജീവനെ റബ്ബിന് വേണ്ടിയിട്ട് ബലിയർക്കുക എന്ന് പറയുമ്പോൾ
തനിക്ക് പ്രിയപ്പെട്ടതായ ഏറ്റവും വേണ്ടപ്പെട്ടതായ ഏറ്റവും ഒരു രീതിയിലും ഒഴിവാക്കാൻ സാധിക്കാത്തൊരു ജീവൻ, ആ ജീവനെ റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ റബ്ബ് കൽപ്പിക്കുന്നത് എന്തോ അതിന് പൂർണ്ണമായി ഞാൻ കേൾക്കുകയും അനുസരിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുന്നവനാണ് എന്നുള്ള രൂപത്തിലേക്ക് എത്തിക്കാൻ, അവന്റെ തഖ്വയെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ബലികർമ്മം നമുക്ക് മുമ്പിൽ വച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് സ്വപ്നത്തിൽ പറഞ്ഞത് എന്താണ്? തനിക്ക് പ്രിയപ്പെട്ടവനായ തന്റെ മകനെ ബലിയറുക്കണം എന്നുള്ളതാണ്. റബ്ബ് എന്ത് പറഞ്ഞോ അതനുസരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തയ്യാറായിരുന്നു. ഇബ്രാഹിം അല്ലദീ വഫ എന്നുള്ളതാണ്. അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുന്ന ഏറ്റവും നല്ല ദാസനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അങ്ങനെ റബ്ബിന്റെ കൽപ്പന പ്രകാരം മകനെ ബലിയറുക്കാൻ വേണ്ടി കുന്നിൻ ചെരുവിലേക്ക് പോയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ഇടപെട്ടുകൊണ്ട് പറയാണ്, ഇബ്രാഹിമേ, നീ എന്ത് ചെയ്യണ്ട, മകനെ ബലിയറുക്കണ്ട, മറിച്ച് നിനക്ക് ബലിയറുക്കാനായി ഇതാ ഒരു ആടിനെ അള്ളാഹു ഇറക്കി തരുന്നു. എന്തിനു വേണ്ടിയാണ്? അള്ളാഹനെ പൂർണ്ണമായും അനുസരിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ആ മനസാന്നിധ്യത്തിലേക്ക് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ബലികർമ്മം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ആറ്റുനോറ്റ് നമ്മൾ വളർത്തുന്ന ഒരു മൃഗം, ആ മൃഗത്തിനെ നമുക്ക് മാനസികമായിട്ടൊരു ഇണക്കം ആ മൃഗവുമായിട്ടുണ്ടാകും. അള്ള കൽപ്പിക്കുകയാണ് അതിനെന്ത് ചെയ്യുക, അള്ളാന്റെ മാർഗത്തിലേക്ക് ബലിയിറക്കുക. നമ്മളത് ബലിയിറക്കുന്നതിലൂടെ, ബലി കൊടുക്കുന്നതിലൂടെ നമുക്ക് പ്രിയപ്പെട്ടതായ ഒന്നിനെ അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഒരു സുഖം, ഈമാൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് മാർക്കറ്റിൽ പോയി ഉരുവിനെ വാങ്ങിക്കൊടുന്ന് അറുത്താൽ ഈ ഒരു ഈമാനികമായ സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. മറിച്ച് ആ ഈമാനിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി തന്നെ ഒരു ഉരുവിനെ വാങ്ങി വീട്ടിൽ ഓമനിച്ച് താലോലിച്ച് വളർത്തി അതിനെ പെരുന്നാളിന്റെ അന്ന് ബലി അറുക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? കണ്ണുനീര് വീഴുന്നത്. അപ്പോഴാണ് അത് എത്രത്തോളം വലിയ ത്യാഗമാണ്, പ്രയാസമാണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയം ഇപ്പൊ പറയാൻ കാരണം, ഉലഹിയത്ത് വരാറായി, ബലിപെരുന്നാൾ വരാറായി. പല ആളുകളും മാനസികമായി അതിന് നിയത്തെടുത്തവരുണ്ടാകും. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പള്ളിയിൽ എന്ത് ചെയ്യാം, ഷെയർ കൂടാം. ഒരു ഉരുവിനെ, ഒരു മാടിനെ, ഒരു പോത്തിനെയൊക്കെ നമ്മൾ അറക്കുകയാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു ഉരുവിന് 7 ആളുകൾക്ക് വരെ ഷെയർ കൂടാം, പങ്കാളികളാകാം. അതല്ലെങ്കിൽ ഒരു ആടിനെ ആണെങ്കിലും എന്ത് ചെയ്യാം, ഒരാൾക്ക് അറുക്കാവുന്നതാണ്, ആടിന് ഷെയർ കൂടാൻ പാടില്ലാത്തതാണ്. ഈ രൂപത്തിൽ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾ കുറച്ചു നേരത്തെ എന്ത് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തണം. ആടിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻകൂട്ടി ഒരു ആടിനെ വാങ്ങുക, അത് വീട്ടിൽ വളർത്താൻ സൗകര്യമുണ്ടെങ്കിൽ വീട്ടിൽ വളർത്തുക, അതിൽ ഈ ഫാമിലാണെന്നുണ്ടെങ്കിൽ ഫാമിൽ നിർത്തുക, നിത്യേന ചെല്ലുക, അതിന് ഭക്ഷണങ്ങൾ കൊടുക്കുക, വെള്ളം കൊടുക്കുക, കുളിപ്പിക്കുക, അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ പരിചരിച്ചുകൊണ്ട് മിനിമം 1 മാസക്കാലം ആ ഒരു നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ബലി അറക്കുന്ന സമയത്ത് ഉറപ്പായും കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു പോകും. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം, പെരുന്നാളിന്റെ ഒരു 3-4 ദിവസം മുമ്പേ ഷെയർ കൂടി അങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈമാനിന്റെ സുഖം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കണ്ട തയ്യാറാകുന്ന ആളുകൾ, സാമ്പത്തികമായി കഴിവുള്ളവരായ ആളുകൾ അതിനുവേണ്ടി മുൻകൂട്ടി തന്നെ തയ്യാറാകണം. ഉലൂഹിയത്തിന് കഴിവുണ്ടായിട്ട് ആരെങ്കിലും ഉലൂഹിയത്തിൽ പങ്കുചേരാതിരുന്നു കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം പെരുന്നാൾ നമസ്കാരത്തിനായി മുസല്ലയിലേക്ക് വന്നു പോകരുത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയിട്ടാണെങ്കിലും ഉലൂഹിയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, ഷെയർ ആയിട്ടാണെങ്കിൽ ഷെയർ കൂടി നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. അതിനൊക്കെ സമയം മുൻകൂട്ടി നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ വിഷയം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, ഉലൂഹിയത്ത് അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുന്ന വലിയ രൂപത്തിലുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ആ ഇബാദത്ത് ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴേ മുതൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഷെയർ ആണോ എന്നത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക. ഷെയർ ആണെങ്കിൽ ഷെയർ കൂടാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കണം. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുവിനെ വാങ്ങാം, ആടിനെയാണെന്നുണ്ടെങ്കിൽ ആടിനെ വാങ്ങാം, വീട്ടിലാണെങ്കിൽ വീട്ടിൽ വളർത്താനുള്ള സൗകര്യം എവിടെയാണോ അവിടെ നിങ്ങൾക്ക് വളർത്താം. അതിനെ പരിപാലിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉലൂഹിയത്ത് എന്നുള്ള കർമ്മത്തിലേക്ക് പോകണം. ഇതുവരെ പ്ലാനൊന്നും ചെയ്യാത്തവരായ ആളുകൾ കടം വാങ്ങിയിട്ടാണെങ്കിലും അതിനുവേണ്ടി തയ്യാറാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രൂപത്തിലുള്ള ഇബാദത്തുകളിൽ സജീവമായി നമ്മൾ മുന്നേറണം. എങ്കിൽ മാത്രമാണ് ഈമാനികമായിട്ട് നമുക്ക് കൂടുതൽ ശക്തി ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസമുള്ള അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വീടുകളിലായി കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം തന്നെ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാനസികമായ, ശാരീരികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തികമായ വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം തന്നെ അല്ലാഹു നമ്മെ പൂർണ്ണമായ ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.